സഭാതർക്കം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി മറുവിഭാഗത്തെ തടഞ്ഞുവെന്നത് വസ്തുതാവിരുദ്ധം. തൃശൂർ ഭദ്രാസനത്തിൽപ്പെട്ട ചാലിശ്ശേരി ഓർത്തഡോക്സ് പള്ളി കോടതി ഉത്തരവുകൾ എക്കാലവും അംഗീകരിച്ചിട്ടുള്ളവയാണ്. നിയമപരമായി അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചിട്ടില്ല. കോടതി അലക്ഷ്യ നടപടിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കളക്ടർ കുരിശടികളും പാരിഷ് ഹാളും ഏറ്റെടുത്ത നടപടിയുടെ പ്രതിഷേധ പ്രകടനം ആയിരുന്നു അവർ പള്ളിക്ക് മുമ്പിൽ നടത്തിയത്. നഷ്ടബോധത്തിന്റെ ജാള്യത മറച്ചുപിടിക്കാനുള്ള ബോധപൂർവം ഉണ്ടാക്കിയതാണ്. അതിനുവേണ്ടിയാണ് നേരത്തെ കുർബാന അവസാനിപ്പിച്ചുകൊണ്ട് ഓർത്തഡോക്സ് ദൈവാലയത്തിലെ വിശുദ്ധ കുർബാന കഴിയുന്നതിന് അവരെത്തിയത്. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള പള്ളി ആയതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്തം അവർക്കായിരുന്നു. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ മറുവിഭാഗത്തിലെ ഒരാളുടെ ബോഡി അടക്കം ചെയ്തു. ഒത്തിരി ആളുകൾ പ്രാർത്ഥിച്ചുപോയി. ആരെയും തടഞ്ഞിട്ടില്ല. വിശുദ്ധ കുർബാന കഴിഞ്ഞ് പള്ളിയുടെ മുമ്പിൽ ചെന്നപ്പോൾ ഞാൻ പോലീസ് അധികാരികളുമായി സംസാരിച്ചു. അവരുടെ കുരിശടികളും പാരിഷ് ഹാളും നഷ്ടപ്പെട്ട പ്രതിഷേധമായിരുന്നു എന്നത് അറിയാൻ കഴിഞ്ഞത്. സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാൻ ജനങ്ങൾ സംഘം ചേർന്ന് മുദ്രാവാക്യം മുഴക്കി വരുന്ന ശൈലി ക്രിസ്തീയ സഭയിൽ നാളിതുവരെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ബഹുരാജ്യത്തിന്റെ കോടതി വിധി നടപ്പിലാക്കാൻ ചാലിശ്ശേരിയിൽ വന്ന ജില്ലാ പോലീസ് ഭരണാധികാരികളെ മണ്ണെണ്ണ, പെട്രോൾ എന്നിവ കാണിച്ച് ഭീഷണിപ്പെടുത്തി വിരട്ടി ഓടിച്ചത് സേനയ്ക്ക് അപമാനമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവുകൾ ലംഘിച്ചും രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി സ്വതന്ത്ര ഇന്ത്യയെ അപമാനിച്ച് വെല്ലുവിളിക്കുന്നു. ഇവരുടെ ഗൂഢാലോചന പള്ളിയുടെ മുമ്പിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാണ്. വസ്തുതാവിരുദ്ധമായ വാർത്തയിൽ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ മാനേജിംഗ് കമ്മിറ്റി പ്രതിഷേധിച്ചു.